ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3D എൻവയോൺമെന്റിൽ എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിൽ വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. 3D എലമെന്റ്സും 3D ക്യാമറയൊക്കെ യൂസ് ചെയ്ത് പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു 2D എൻവയോൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള എലമെന്റ്സ് എല്ലാം 2D ആണ്. 2D എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആകെ രണ്ട് വാല്യൂസ് ഉണ്ടാവുള്ളൂ, എക്സും വൈയും. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മാത്രം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളും കാര്യങ്ങളെല്ലാം ആയിരിക്കും 2Dയിൽ ഉണ്ടാവുക. പക്ഷെ 3Dയിലേക്ക് വരുമ്പോൾ പുതിയൊരു ഡയമെൻഷൻ കൂടി ആഡ് ആവുകയാണ്. ഓക്കെ, ഒരു സി സ്പേസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഡയമെൻഷൻ കൂടി വരികയാണ്. ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട്, 3 ഷേപ്സ് ആണുള്ളത്. ഈ 3 ഷേപ്സും 2D ആണ്. എനിക്കിതിനെ മുകളിലേക്കും താഴത്തേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? 3Dയിലേക്ക് വരുമ്പോൾ എനിക്കിതിനെ ഫ്രണ്ടിലേക്കും ബാക്കോട്ടും കൂടി മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെയേഴ്സ് 2D ആണ്. ഈ 3D ആക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ക്യൂബ് ഉണ്ടോ? 3D ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത്. ഒരുവിധം എല്ലാ ലെയേഴ്സിന്റെയും റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ബോക്സ് കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയേഴ്സ് 3D ആയി. 3D ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ വ്യൂ കംപ്ലീറ്റ് ചേഞ്ച് ആയി. സിംഗിൾ വ്യൂവിൽ ഇടുന്ന സ്ക്രീൻ 2 സ്ക്രീനായിട്ട് സ്പ്ലിറ്റ് ആവുകയും ഇവിടെ കുറച്ച് ആക്സസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. എക്സ്, വൈ, സി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 3 ആക്സസുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ ലെയറിനും അങ്ങനത്തെ കൺട്രോൾസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇനി അത് 3D സ്പേസിൽ മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. കണ്ടോ? 3D ആയിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാൻ ഈ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. നമ്മുടെ മെയിൻ വിൻഡോ അല്ല, ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആ വിൻഡോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വിൻഡോ ആണോ വന്നിരിക്കുന്നത് ആ വ്യൂ ആയിരിക്കും അവിടെ കാണിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് വ്യൂസ് കാണാം. ഫ്രണ്ട്, ലെഫ്റ്റ്, ടോപ്പ്, ബാക്ക്, റൈറ്റ്, ബോട്ടം എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. പോരാത്തതിന് കസ്റ്റം വ്യൂസ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊരു ടോപ്പ് വ്യൂയിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ടോപ്പ് വ്യൂവിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, നമ്മുടെ ആ എലമെന്റ്സ് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ എലമെന്റ്സ് കാണുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3ഉം ഒരൊറ്റ ലൈനിലാണ് ഇരിക്കുന്നത്. കണ്ടോ? നമ്മുടെ മെയിൻ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ലെയറാണ് അല്ലെങ്കിൽ എന്ത് ഷേപ്പാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. കണ്ടോ? ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മൂവ് ചെയ്യാണ്. കണ്ടോ? ബാക്കോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ അത് സ്കെയിൽ ഡൗൺ ആവുന്ന പോലെ കാണാം. ശരിക്കും അത് സ്കെയിൽ ഡൗൺ ആവുന്നതല്ല, 3D സ്പേസിൽ അത് ബാക്കോട്ട് മൂവ് ആകുമ്പോൾ ചെറുതാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒബ്ജക്ട്സ് ആയിരിക്കും കുറച്ച് വലുതായിട്ട് കാണാം. ഒത്തിരി പിന്നിലായിട്ടുള്ള ഒബ്ജക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ടുമായിരിക്കും കാണാം. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും. ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ലെയർ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും സ്കെയിൽ ആവുന്ന പോലെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ വലുതായി വന്നതുണ്ടോ? ഇതാണ് 3D സ്പേസിന്റെ ഗുണം, അല്ലെങ്കിൽ 3D സ്പേസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും 3D സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടോപ്പ് വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു വ്യൂയിലേക്ക് ഇടുകയാണ്. ടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബോട്ടം. അതായത് ഇതേ വ്യൂ തന്നെ നമ്മൾ ബോട്ടത്തിൽ നിന്ന് നോക്കുന്ന പോലെ ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിലായിരുന്നു നമ്മൾ നേരത്തെ ഇരുന്നത്. ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂയിലേക്ക് ആക്കി കഴിയുമ്പോൾ ബാക്കിലുള്ള എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് തന്നെ റൈറ്റ് വ്യൂവിലോ ലെഫ്റ്റ് വ്യൂവിലോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ വ്യൂസിനെല്ലാം തന്നെ ഓർത്തോഗ്രാഫിക് വ്യൂ എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യൂ സ്റ്റാറ്റിക് ആയിരിക്കും, അതിലെ ഒബ്ജക്ട്സ് മാത്രമേ മൂവ് ആയി കാണുള്ളൂ. ആ വ്യൂ സ്റ്റാറ്റിക് ആയിരിക്കും, ആ വ്യൂ ചേഞ്ച് ആവില്ല. ഓക്കെ, ഇനി നമുക്കൊന്ന് 3D വ്യൂവിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ലെഫ്റ്റ് വ്യൂ എന്നുള്ളത് ഒരു 3D വ്യൂവിലേക്ക് മാറ്റുവാണ്. കസ്റ്റമായിട്ട് ഇവിടെ കുറച്ച് വ്യൂസ് ഉണ്ട്. ഞാൻ കസ്റ്റം 1 ഇട്ടു. കസ്റ്റം 1 ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഒരു ഹൈ ആംഗിളിൽ നിന്ന് നോക്കുന്ന പോലത്തെ ഒരു വ്യൂവിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ ഇതിന്റെ വ്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. വേറൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ ഡ്രാഫ്റ്റ് 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D ലെയർ കുറച്ചും കൂടി നല്ല രീതിക്ക് മനസ്സിലാവാനായിട്ട് ഒരു ഗ്രിഡും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഈ ഗ്രിഡിനെ ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ 3D പ്ലെയിൻ എന്നാണ് പറയുക. നിങ്ങൾക്ക് ആ 3D പ്ലെയിൻ വേണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഇവിടെ നമ്മുടെ ഫ്രെയിമിന് പുറത്ത് എക്സ്റ്റൻഡ് ആയിട്ടുള്ള 3D സ്പേസിലെ ഒബ്ജക്ട്സും കാര്യങ്ങളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റൻഡ് വ്യൂ ഓൺ ആക്കാവുന്നതാണ്. കണ്ടോ? ഈ ഒരു ഫ്രെയിം മാത്രമേ നമുക്ക് റെൻഡർ ആവുള്ളൂ, ബാക്കിയുള്ള എലമെന്റ്സ് ഒന്നും സ്ക്രീനിൽ വരില്ല. ഈ ഒരു വ്യൂവിൽ വെച്ചായിരിക്കും നമ്മൾ പല എലമെന്റ്സും ഒബ്ജക്ട്സും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുകയും സ്കെയിൽ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ വ്യൂ ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് കാണണം, അല്ലെങ്കിൽ ഈ വ്യൂ കുറച്ചും കൂടി കൺട്രോളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് ഇവിടെ നമുക്കൊരു 3 ടൂൾസ് ഉണ്ട്. ഒന്നാമത്തെ ടൂൾ വരുന്നത് ഓർബിറ്റ് ചെയ്യാനുള്ള ടൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ? ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും ആ 3D ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യാം. രണ്ടാമതായിട്ട് വരുന്നത് പാൻ ചെയ്യാനുള്ള ഒരു ടൂളാണ്. ആ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ, പാൻ ചെയ്യാം. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ടോപ്പിലേക്കെല്ലാം പാൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഡോറി ടുവേർഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കുറച്ചും കൂടി മുന്നോട്ട് സൂം ചെയ്യാം, ബാക്കോട്ട് സൂം ഔട്ട് ചെയ്യാം. അങ്ങനെയുള്ളൊരു വ്യൂ എന്തോരം വേണമെങ്കിലും നമുക്ക് ബാക്കോട്ട് പോകാം. അതിനുശേഷം എനിക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. കുറച്ചൊന്ന് പാൻ ചെയ്ത് ബാക്ക് വ്യൂയിലേക്ക് വരാം.
അതിനുശേഷം വീണ്ടും സൂം ചെയ്യാം. ഓക്കെ, ഇതിന് ഷോർട്ട് കീസ് ഉണ്ട്. 1, 2, 3 ആണ് ഇതിന്റെ ഷോർട്ട് കീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഓർബിറ്റ് ചെയ്യാനും, 2 പാൻ ചെയ്യാനും, 3 റോള് ചെയ്യാനുമാണ്. ഓക്കെ, ഞാനിപ്പോൾ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാൻ ചെയ്യാം, 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാം, 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓർബിറ്റ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സിന്റെ പ്രീവിയസ് വേർഷനിലെല്ലാം ഒരൊറ്റ ക്യാമറ ടൂൾ ആയിട്ടായിരുന്നു ഇത് വന്നിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, റോളി ചെയ്യാം. ഇതെല്ലാം ഒരൊറ്റ ടൂളിൽ തന്നെ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ബട്ടണും ലെഫ്റ്റ് ക്ലിക്ക് ബട്ടണും മിഡിൽ മൗസ് ബട്ടണും എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്ഡേറ്റഡ് വേർഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് ഇത് സെപ്പറേറ്റ് ആക്കിയത്. ഇത് തന്നെ പ്രീവിയസ് വേർഷനിൽ വർക്ക് ചെയ്ത് പരിചിതമായിട്ടുള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടി ഇവര് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർബിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ച് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ ചെയ്യാനും സാധിക്കും. സെയിം രീതിയിൽ തന്നെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോളി ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ കസ്റ്റം വ്യൂവിൽ നിന്ന് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളെല്ലാം വരുത്തി. ആ ഇരുന്ന പൊസിഷനിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. എനിക്കിനി അത് ആ പഴയ കസ്റ്റം വ്യൂവിലേക്ക് തന്നെ പോകണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? സിമ്പിളാണ്, റീസെറ്റ് ചെയ്യണം. വ്യൂ റീസെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് മുകളിൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ താഴെ റീസെറ്റ് കസ്റ്റം വ്യൂ ഓൺ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, റീസെറ്റായി. ഓക്കെ, അതൊക്കെയാണ് 3D എൻവയോൺമെന്റിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് 3D ക്യാമറ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു 3D എൻവയോൺമെന്റിൽ നമുക്ക് 3D ക്യാമറ ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ ക്യാമറ. ഇപ്പൊ നിങ്ങൾക്ക് ക്യാമറ സെറ്റിംഗ്സിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഒരു ഡയഗ്രം ഒക്കെ കാണാം. നിങ്ങൾക്ക് ക്യാമറയുടെ നെയിം ചേഞ്ച് ചെയ്യാം, പ്രീസെറ്റ് ചേഞ്ച് ചെയ്യാം, ക്യാമറ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആവശ്യാനുസരണം ഇത് കസ്റ്റമൈസ് ചെയ്ത് ഇതിന് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ പിന്നീട് വരുത്താവുന്നതാണ്. ഓക്കെ, എന്നിരുന്നാലും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മൾ ന്യൂ ക്യാമറ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാമറയുടെ ടൈപ്പും ക്യാമറയുടെ ലെൻസ് പ്രീസെറ്റും ഒന്ന് അറിഞ്ഞിരിക്കണം. ക്യാമറ ടൈപ്പ് നിങ്ങളുടെ ചിലപ്പോൾ 1 നോഡ് ക്യാമറയിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള 2 നോഡ് ക്യാമറയിലായിരിക്കും കിടക്കുക. 1 നോഡും 2 നോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നോഡ് ക്യാമറ വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ നോഡ് അല്ലെങ്കിൽ ഒറ്റ ആക്സസ് ഒരൊറ്റ കൺട്രോൾ വെച്ചായിരിക്കും. ക്യാമറയുടെ ഒരൊറ്റ കൺട്രോൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി 1 നോഡ് ക്യാമറ ഒന്ന് കാണിച്ചു തരാം. ലെൻസ് പ്രീസെറ്റ് 50 mm ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ലെൻസസ് അവൈലബിൾ ആണ്. വൈഡ് മുതൽ മേപ്പോട്ട് ഒരുപാട് ലെൻസസ് ഉണ്ട്. ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള 50 mm ഇടുന്നത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഒരു പുതിയ ക്യാമറ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമറ കാണാം. ഞാൻ കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് മനസ്സിലാവാൻ ഈ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് ടോപ്പിലേക്ക് മാറ്റുകയാണ്. ടോപ്പ് വ്യൂയിലേക്ക് ചേഞ്ച് ചെയ്തു. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതാണ് നിങ്ങളുടെ ക്യാമറ. കണ്ടോ, ഇതൊരു 1 നോഡ് ക്യാമറയാണ്. എന്തുകൊണ്ടാണ് 1 നോഡ് ക്യാമറ എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ കൺട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഒരു ടാർഗറ്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ 360 ഡിഗ്രിയിൽ ഉള്ള റൊട്ടേഷൻ സീനാണ് കാണിക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ സെന്ററിൽ ഇരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഷേപ്പ് എടുക്കുക. ആ ഷേപ്പ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, എനിക്ക് ഈ ഷേപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു 3D ഗ്രിഡിന്റെ സെന്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് 1 നോഡ് ക്യാമറയിൽ അത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ആക്റ്റീവ് ക്യാമറ വ്യൂവിൽ പാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾ ഈ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാമറയുടെ മൂവ്മെന്റ് മനസ്സിലാവും. നമുക്ക് പാനിങ്ങും കാര്യങ്ങളും മാത്രമേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഒരു സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ടോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം ഈ ക്യാമറ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ആവുന്നത് ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ്. കണ്ടോ, പൊതുവെ മിക്ക പ്രൊജക്റ്റുകളിലും ഒരുപാട് ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി ക്യാമറാസ് എല്ലാം ഒബ്സർവ് ചെയ്യാനും അതെല്ലാം ഇൻഡിവിജ്വലി കാണാനൊക്കെ ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് അത് വ്യൂ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും പൊതുവെ 1 നോഡ് ക്യാമറ ഒക്കെ യൂസ് ചെയ്യാറ്. പിന്നെ ഓരോ പ്രൊജക്റ്റിന്റെ ആവശ്യമൊക്കെ അനുസരിച്ചാണ് നമ്മൾ ക്യാമറ ചേഞ്ച് ചെയ്യുന്നത്. പൊതുവെ മിക്ക പ്രൊജക്റ്റുകൾക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് 2 നോഡ് ക്യാമറയാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്യാമറയുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാനും അതൊന്ന് ചേഞ്ച് ചെയ്യാനുമായിട്ട് ക്യാമറയുടെ ലെയർ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ 1 നോഡ് എന്നുള്ളത് 2 നോഡിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ കൊടുക്കുക. ക്യാമറ ചേഞ്ച് ആയിട്ടുണ്ട്. ക്യാമറ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാണ്, വേറെ കൊണ്ടല്ല. അതിന്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ആകെ അലങ്കോലമായിട്ട് ഇറങ്ങി കിടക്കുക. ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്തു, ക്യാമറ പഴയ പൊസിഷനിലേക്ക് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വ്യൂവിലൊന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ടാർഗറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്യാമറ റൊട്ടേറ്റ് ആവുന്നതല്ല.
അതായത് ഈ ഒരു ഗ്രിഡിന്റെ ഈ ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ടാർഗറ്റ് പോയിന്റ് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടാർഗറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ അടുത്തായിട്ടാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വ്യൂവില് ടാർഗറ്റ് പോയിന്റ് സെലക്ട് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മളുടെ സർക്കിൾ ഷേപ്പിലേക്കാണ് ഞാനിപ്പോൾ ഇത് വെച്ചത്. അതിനുശേഷം ഞാനിവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും ക്യാമറ പാൻ ചെയ്യുകയോ അതല്ല സൂം ചെയ്യുകയോ എന്താണോ ചെയ്യുന്നത് അത് വർക്ക് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു ടോപ്പ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാമറയുടെ ചേഞ്ച് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെയൊക്കെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ 2 നോഡ് ക്യാമറ പൊതുവെ മിക്ക വർക്കുകളിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്തു. ക്യാമറയുടെ വ്യൂവും വർക്കിംഗും എല്ലാം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ പൊസിഷനും റൊട്ടേഷൻ വാല്യൂസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. നോർമലി നമ്മൾ ക്യാമറ അനിമേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ക്യാമറയുടെ പൊസിഷൻ റൊട്ടേഷൻ വാല്യൂസ് വെച്ച് നമ്മൾ അനിമേറ്റ് ചെയ്യാറില്ല. നമ്മൾ ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ നൾ ഒബ്ജക്റ്റിനെ 3D ആക്കി അതിലേക്ക് ക്യാമറ പാരന്റ് ചെയ്തതിന് ശേഷം ആ നൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വെച്ചായിരിക്കും നമ്മൾ കൺട്രോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 3D ക്യാമറയുടെ മൂവ്മെന്റിന്റെയും റൊട്ടേഷന്റെയും ഒക്കെ കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യാമറയുടെ ലെൻസിനെ സംബന്ധിച്ചിടത്തുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഈ ക്യാമറ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 50mm ലെൻസിലാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. 50mm മാറ്റി ഞാൻ 15mm ചേഞ്ച് ചെയ്തു. ഒരു വൈഡ് ലെൻസിലേക്ക് ഇട്ടു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രിവ്യൂ ഓൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. കണ്ടോ? ക്യാമറ വൈഡായി. വളരെ വൈഡായിട്ടുള്ളൊരു ഷോട്ടൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15mm യൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി സൂം രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഒരു 200mm ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ചേഞ്ച് കണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാമറയുടെ ചേഞ്ച് കാണാൻ പറ്റും. ക്യാമറയുടെ ലെൻസിന്റെ ഷേപ്പ് എങ്ങനെയാണോ ഏകദേശം ആ ഒരു ഷേപ്പിന് സിമിലർ ആയിട്ട് വൈഡ് ലെൻസും സൂം ലെൻസും എല്ലാം ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാം. കണ്ടോ? നമ്മൾ നോർമലി 50mm ലെൻസാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെൻസ് യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ചേഞ്ച് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, 50mm ഇട്ടു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്യാമറ ഓപ്ഷൻസിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. സൂം ഉണ്ട്, ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട്, ഫോക്കസ് ഡിസ്റ്റൻസ് ഉണ്ട്, അപ്രൈസർ ഉണ്ട്, ബ്ലർ ലെവൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഇതെല്ലാം ഒരു ക്യാമറയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ജസ്റ്റ് അത് ഓൺ ആക്കിയപ്പോൾ ഇവിടെ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഞാനിത് കുറച്ചൊന്ന് സൂം ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ഒബ്ജക്ട്സ് കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്തു. ഒരെണ്ണം ക്യാമറയുടെ കുറച്ച് അടുത്തേക്കും മറ്റേത് ക്യാമറയുടെ കുറച്ച് ബാക്കോട്ടും വെച്ചു. ഇവിടെ വിസിബിൾ ആയി കാണാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് അത് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാനിവിടെ അപ്രൈസർ ഡൗൺ ചെയ്തു വിചാരിക്കുക. അപ്രൈസർ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഫോക്കസിൽ വേണ്ട ഏരിയയുടെ സൈസ് കൂടുകയും കുറയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അപ്രൈസറിന്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ കൂടുകയും അപ്രൈസർ വാല്യൂ കൂട്ടുമ്പോൾ ഫോക്കസിലാകേണ്ട ഏരിയ വളരെ ചെറുതാവുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്രൈസറിന്റെ വാല്യൂ ഞാൻ കുറച്ചൊന്ന് കൂട്ടി ഒരു 250 എന്ന് പറഞ്ഞൊരു വാല്യൂയിലേക്ക് ഞാനത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ക്യാമറയ്ക്ക് ക്ലോസ് ആയുള്ള ഒബ്ജക്റ്റും ക്യാമറയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒബ്ജക്റ്റും ബ്ലർ ആയിട്ടുണ്ട്. ഇതിനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയാം. ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ? ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലറിന്റെ വാല്യൂ കൂട്ടാം. ഇവിടെ നമുക്ക് ബ്ലർ ലെവൽ കാണാം. അത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ എത്രത്തോളം ബ്ലർ വേണം എന്നത് തീരുമാനിക്കും. തിരിച്ച് 100ലേക്ക് തന്നെ ഇട്ടതിന് ശേഷം ഇവിടെ ഫോക്കസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇനി ഈ ഫോക്കസ് ഡിസ്റ്റൻസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ നോക്കാം. അതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈൻ മൂവ് ആവുന്ന കാണാം. ഈ ലൈനിന്റെയും ക്യാമറയുടെയും ഇടയിലുള്ള ഏരിയ ആണ് ഫോക്കസ് ഡിസ്റ്റൻസ്. കുറയ്ക്കുമ്പോൾ ആ ഏരിയയിലുള്ള സബ്ജക്റ്റ് മാത്രം ഫോക്കസിൽ വരികയും കൂട്ടുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഒബ്ജക്ട്സ് ഫോക്കസിലാവുകയും ചെയ്യും. ബാക്കി ഏരിയയിലെ ബ്ലർ ലെവല് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി ഫോക്കസ് ഡിസ്റ്റൻസ് വളരെ താഴത്തേക്ക് കൊണ്ടുവരാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ ഇരിക്കുന്ന ഇവിടെയാണ്, അത് ഫോക്കസിലാണ്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇത് കീ ചെയ്ത് അനിമേഷൻ കൊടുക്കാവുന്നതാണ്. ഇതിൽ എല്ലാ വാല്യൂസിനും നിങ്ങൾക്ക് കീ ചെയ്ത് അനിമേഷൻ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് പോകണം, അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ഫോക്കസിലേക്ക് വരണം. അങ്ങനത്തെ ഒരു അനിമേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അപ്രൈസറിന്റെ വാല്യൂയും ബ്ലർ ലെവൽ എല്ലാം ഇത് തന്നെ മതി. ഫോക്കസ് ഡിസ്റ്റൻസിന് ഞാനൊരു കീ കൊടുത്തു. ഒരു കീ വേണ്ടിട്ടുണ്ട്.
അതിനുശേഷം രണ്ടാമത്തെ സെക്കൻഡിലേക്ക് ആകുമ്പോഴത്തേക്കും ഫോക്കസ് ഡിസ്റ്റൻസ് ആ സ്ക്വയർ ഷേപ്പിലേക്ക് വെച്ചു. അതിനുശേഷം ഒരു നാലാമത്തെ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഫോക്കസിൽ വരേണ്ടത് നമ്മളുടെ സർക്കിളാണ്. ഓക്കെ, ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അനിമേഷൻ കാണാം. കണ്ടോ, ഫോക്കസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനിയും ഒരുപാട് വാല്യൂസും കാര്യങ്ങളെല്ലാം കീ ചെയ്ത് അനിമേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അനിമേഷൻസും കാര്യങ്ങളും ക്യാമറ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ 3D ലെയർ എന്താണെന്ന് പഠിച്ചു, 3D എൻവയോൺമെന്റിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കി, 3D ക്യാമറയും അതിന്റെ മൂവ്മെന്റ്സും ലെൻസിന്റെ സൈസസും അനിമേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്നും നോക്കി. ഈ 3D ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അത്തരത്തിൽ 3D ക്യാമറ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർക്കാണ് പാരലാക്സ് എഫക്ട്. പാരലാക്സ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മോഷൻ പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള 2D ലെയേഴ്സിൽ തന്നെ ഒരു 3D മൂവ്മെന്റ് പാൻ ചെയ്യുകയോ സൂം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള 3D ക്യാമറ മൂവ്മെന്റ് ഉള്ള മോഷൻ പോസ്റ്റേഴ്സ് എല്ലാം ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡൊക്കെ വഴിയാണ്. ഓക്കെ,